ഒരു മഹാഭൂരിപക്ഷം ഒരു പോപ്പുലേഷനുണ്ട് എക്സസൈസൊക്കെ ചെയ്യാൻ സമയമില്ല, മനസ്ഥിതിയില്ല, പേടിയാണ്, സാമ്പത്തിക സൗകര്യങ്ങളില്ല ജിമ്മിൽ പോകാനൊക്കെ ഉള്ളത്. ഒരു അങ്ങനെ പല വിധത്തിലുള്ള എതിർപ്പുകൾ മനസ്സിൽ സ്വന്തമായിട്ടുള്ളതുണ്ട്. ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു മിനിമം ചിലവല്ല, ഒരു ചിലവും കൂടാതെ സ്വന്തം വീട്ടിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന വ്യായാമമാണല്ലോ അവരത് തുടങ്ങുകയും ക്രമേണ അത് കൂട്ടിയെടുക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു സത്യമാണല്ലോ. അപ്പോൾ അതിന് ഞാൻ പറ്റിയ ഏതാനും കാര്യങ്ങൾ പറഞ്ഞു തരാം. എൻ്റെ അടുത്ത് പേഷ്യൻസ് ഒ പി വരുമ്പോൾ പറയും, എൻ്റെ സാറേ എക്സസൈസ് ചെയ്യാം, എൻ്റെ സാറേ എനിക്ക് മുട്ടുവയ്യ, അല്ലെങ്കിൽ ഇത് സമയമില്ല. ഒന്ന്, നിങ്ങൾക്ക് സ്വന്തം ബോഡി വെയ്റ്റ് കൊണ്ടുള്ള എക്സസൈസ് 7 മിനിറ്റ് വർക്കൗട്ട് പോലെ യൂട്യൂബിൽ കിട്ടുന്ന വീഡിയോസ് ചെയ്യാൻ പറയും. അപ്പോൾ ഒരു എക്യുപ്മെൻറ്റും വേണ്ട, ഒരു ചെറിയ മുറിയിലാണെങ്കിൽ പോലും ചെയ്യാം. അത് ചെയ്യുന്നവർ കുറച്ച് പേരുണ്ട്. അതിനൊക്കെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് ഈ റെസിസ്റ്റൻസ് ബാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ വില കുറഞ്ഞ ഒരു ഉപകരണമുണ്ട്. ഏത് ഓൺലൈനിലും കിട്ടും, അല്ലെങ്കിൽ സ്പോർട്സ് കടകളൊക്കെ കിട്ടും. ഇതിന് ഒരു 500-600 രൂപയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ കട്ടി കൂടുന്നതനുസരിച്ച് വ്യായാമത്തിൻ്റെ കാഠിന്യം കൂടും, കട്ടി കുറയുന്നതനുസരിച്ച് ഏറ്റവും തുടക്കക്കാർക്കും ചെയ്യാം. ഇനി വേറൊരു ഉപകരണമാണ് കെറ്റിൽ ബെൽ എന്ന് പറയുന്നത്. വാക്കിംഗ് ജിം എന്നാണ് ഇതിന് പറയുന്നത്. എയറോബിക് എക്സസൈസ്, അതായത് നമ്മുടെ സ്റ്റാമിന കൂട്ടാൻ ഉപയോഗിക്കാം, സ്ട്രെങ്ത് കൂട്ടാൻ ഉപയോഗിക്കാം, പവർ കൂട്ടാൻ ഉപയോഗിക്കാം. അതായത് 3 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എക്സസൈസിൻ്റെ പില്ലേഴ്സായ 3 കാര്യത്തിനും വേണ്ടിയുള്ള സാധനം ഈ ലളിതമായ ഉപകരണം കൊണ്ട് ചെയ്യാം. അത് ഏറ്റവും ലളിതമായിട്ട് നമുക്കൊരു അവനോട് കൈപ്പിടിക്ക് ഒതുങ്ങുന്ന ചില വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് തന്നെ പല എക്സസൈസ് വെച്ചത് ബിഗിനേഴ്സ് എക്സസൈസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന, സ്റ്റാമിന നൽകുന്ന എക്സസൈസുകളെ പറ്റി മാത്രം ഞാൻ കാണിക്കാം. അതിലൊന്നാണ് കെറ്റിൽ ബെൽ സ്വിങ്. ഇത് ഇച്ചിരി പരിചയം വേണം, പരിചയിച്ച് കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് തുടങ്ങാവുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും നമ്മുടെ അറൗണ്ട് ദ ഹിപ്പ് മസിൽസാണ്, ഏറ്റവും വലിയ മസിൽസാണ് ഇത് ഗുണം കിട്ടുന്നത്. കൈ ജസ്റ്റ് ഒരു റോപ്പ് മാത്രമാണ്. 5, 10, 20, 40, 50 എത്ര സെറ്റ് വെച്ചുള്ള സെറ്റായിട്ട് ഏത് വെയിറ്റ് തുടങ്ങിയിട്ട് കൂട്ടി അത് ഒരു 3 സെറ്റ്, 4 സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹാർട്ട് ഇടിപ്പ് നന്നായിട്ട് കൂടും. നല്ല ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ്, HIIT ഒരു നല്ല മോഡലാണിത്. പവർ കിട്ടും, സ്ട്രെങ്ത് കിട്ടും, സ്റ്റാമിന കിട്ടും. ഇനി മഹാഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു കാര്യമായ ട്രെയിനിങ് കൂടാതെ, ചെറുപ്പക്കാർക്കാകട്ടെ, കുട്ടികൾക്കാകട്ടെ, പ്രായമുള്ളവർക്കാകട്ടെ, ഹൃദ്രോഗം വന്നവർക്കാകട്ടെ ആഡ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ എക്സസൈസാണ് ഫാർമേഴ്സ് വാക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു കൈ പിടിച്ചുകൊണ്ടുള്ള ഒരു അതിനു വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടും കെറ്റിൽ ബെൽ ഉപയോഗിക്കാം. 2 കൈയിലും പിടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു കൈയിലാണെങ്കിലും അതിന് സൂട്ട് കേസ് ക്യാരി എന്ന് പറയും, അതും ഉപകാരപ്രദമാണ്. 1 മിനിറ്റ് നടക്കുക, തിരിച്ച് നടക്കുക. കർഷകൻ്റെ ഉറപ്പാൽ 2 കൈയിൽ കൊണ്ടുപോകുന്ന പോലെ നടന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഇതിൻ്റെ കൂട്ടി വന്ന് നിയർ മാക്സിമം ആയിക്കഴിഞ്ഞാൽ ഹോൾ ബോഡിക്ക് അത് ബെനിഫിറ്റ് കിട്ടും. സോ ഫാർമേഴ്സ് വാക്ക് കെറ്റിൽ ബെൽ കൊണ്ടും ഡംബൽ കൊണ്ടും മറ്റേതെങ്കിലും വെയിറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടും അതൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ട്രെങ്തനിങ് എക്സസൈസാണ്. ഇനിയുള്ളത് വേറൊന്നുള്ളതാണ് ആബാലവൃദ്ധം ജനങ്ങൾക്കും, ഹൃദ്രോഗം വന്നവർക്കും വരാത്തവർക്കും, ഹൃദ്രോഗം മാറ്റിയവർക്കും എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഹാർട്ട് പമ്പിങ് കുറഞ്ഞവർക്ക് വേണമെങ്കിലും ഇത് ലളിതമായ രീതിയിൽ ചെയ്യാം. ഇത് ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന സീറ്റഡ് കെറ്റിൽ ബെൽ എക്സസൈസുകളുണ്ട്, സീറ്റഡ് ക്ലബ്ബ് ബെൽ എക്സസൈസ് ഉണ്ട്. മുട്ട് വയ്യാത്തവർക്ക്, നടക്കാൻ വയ്യാത്തവർക്ക്, ബാലൻസ് ഇല്ലാത്തവർക്ക്. അപ്പോൾ എല്ലാ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കണം. ഞാനിത് ചെയ്യുന്നത് കണ്ട് എൻ്റെ 5 വയസ്സുള്ള പേരക്കുട്ടി ഉൾപ്പെടെ ചില കാര്യങ്ങൾ ചെയ്ത് ഒപ്പം പഠിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു മധ്യപ്രായ ചെറുപ്പക്കാർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു കോംപ്ലിമെൻ്ററി എക്സസൈസാണ്, അല്ലെങ്കിൽ മെയിൻ എക്സസൈസായിട്ട് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ റൂമിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. മധ്യപ്രായമുള്ളവർക്കും പ്രായമുള്ളവർക്കും തീർച്ചയായിട്ടും നമുക്ക് മേജറായിട്ടുള്ള ഹൃദ്രോഗങ്ങളോ
അല്ലെങ്കിൽ കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ല എന്ന് ഉറപ്പാക്കി ഒരു പരിശോധനയ്ക്ക് ശേഷം ഉറപ്പാക്കിയ ശേഷം ഇത് ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ട് തുടങ്ങി കൂട്ടിക്കൂട്ടി വരാം. ഈവൻ വളരെ വൃദ്ധന്മാർക്ക് തന്നെ പോലും ഇത് ചെറുതായിട്ട് തുടങ്ങാം. അവരെ സംബന്ധിച്ച് മെയിനായിട്ട് സീറ്റഡ് കെറ്റിൽ ബെൽ എക്സസൈസ്, ഇരുന്നുകൊണ്ടുള്ള എക്സസൈസ് ആയിരിക്കും ആദ്യം തുടങ്ങാവുന്നത്. ഇരുന്നുകൊണ്ട് അത് നെറ്റിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ സീറ്റഡ് കെറ്റിൽ ബെൽ എക്സസൈസ്, അല്ലെങ്കിൽ സീറ്റഡ് ക്ലബ്ബൽ എക്സസൈസ്, അല്ലെങ്കിൽ സീറ്റഡ് റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ്, ഇതൊക്കെ ധാരാളം വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതാരെങ്കിലും വീട്ടിലുള്ള ആരോഗ്യമുള്ള ഒരാൾ കണ്ട് പഠിച്ചിട്ട് അവരെ കാണിച്ചിട്ട് മോഡൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ പ്രായമുള്ളവർക്കും അവരുടെ സ്ട്രെങ്തനിങ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അവരുടെ വീഴ്ച ഒഴിവാക്കാം, അവർക്ക് ഊർജ്ജസ്വത ഉണ്ടാകും. തീരെ കിടപ്പായി പോകുന്ന വർഷങ്ങളുടെ തോത് അല്ലെങ്കിൽ അളവ് കുറയ്ക്കാം, അല്ലെങ്കിൽ അത് താമസിപ്പിക്കാം. അപ്പോഴിത് ഈ പറഞ്ഞ സ്ട്രെങ്ത് എക്സസൈസ് സ്നാക്കുകളും എക്സസൈസുകളെല്ലാം അപാലവൃത്തം ജനങ്ങൾക്കും പറ്റുന്നതാണ്. ഇനി അധികം ആർക്കും അത്ര പരിചയമില്ലാത്തതും കാലിനും ആംഗിളിനുമൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് ചെയ്യാവുന്ന എക്സസൈസ്, വണ്ണം കൂടുതലുള്ളവർക്ക് ഒരു ബിഗിനിങ് എക്സസൈസായിട്ടും മറ്റ് എക്സസൈസുകൾക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ടും ചെയ്യാവുന്ന ഒരു ഉപകരണം കൂടി പരിചയപ്പെടുത്താം. ഇന്ത്യൻ ഫയൽമാൻമാർ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇന്ത്യൻ ഗത എന്ന് പറയും, ക്ലബ് ബെൽ എക്സസൈസ്. ഇത് മെയിനായിട്ട് നമ്മുടെ അപ്പർ ബോഡിക്കാണ്, തോളുകൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്നു. അതേസമയം അതിനോട് കൂടിയും ലോവർ ബോഡി എക്സസൈസോട് കമ്പൈൻ ചെയ്യാം. ഇതിൻ്റെ ഇതിപ്പോൾ 1-2 കിലോ മറ്റേ ഉള്ളൂ. ഇത് 5 കിലോ 6 കിലോ 8 കിലോ 10 കിലോ 12 കിലോ അങ്ങനെ കൂടി പോകുന്നതനുസരിച്ച് നമ്മളുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് കൂടി പോകാം. ഇതിൻ്റെ ഏറ്റവും പണ്ട് ഫയൽമാൻമാരൊക്കെ ഏറ്റവും ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ഗാമ കാസ്റ്റ് എന്ന് പറയും. ഗാമ കാസ്റ്റ് ഈ ഒരു എക്സസൈസ് പ്രത്യേകിച്ച് ഷോൾഡറിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ടും ഒരു നല്ലൊരു ലെവൽ ഓഫ് എക്സസൈസ്, പ്രത്യേകിച്ച് ഡീട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, മുട്ടിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക്, നടക്കാൻ പോകാൻ വയ്യാത്ത ആൾക്കാർക്ക്, എല്ലാവർക്കും നിന്നുകൊണ്ട് ചെയ്യാവുന്ന ആയതുകൊണ്ട് ഇതും ഒരു നല്ല എക്സസൈസ് സ്നാക്കിങ്. ഈവൻ ചിലരെ സംബന്ധിച്ച് ഇത് തന്നെ ഒരു മെയിൻ എക്സസൈസ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ത്രോയിങ് പാറ്റേണൊക്കെ ഷോൾഡറിനെ സ്ട്രെങ്തൻ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് ഗ്രൂപ്പുകളൊക്കെ ഒന്നെങ്കിൽ എക്സസൈസ് സ്നാക്കായിട്ട് മെയിൻ എക്സസൈസ് നമ്മുടെ വെയ്റ്റ് ട്രെയിനിങ് ഞാൻ ചെയ്യുന്ന പോലെ 1-2 ദിവസം 3 ദിവസം കൂടെ ഞാൻ വെയ്റ്റ് ട്രെയിൻ ചെയ്യും. വെയ്റ്റ് ട്രാക്ക് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് എക്സസൈസ്, സ്ക്വാറ്റ്, ഡെഡ് ലിഫ്റ്റ്, റോസ്, ബെഞ്ച് ഷോൾഡർ പ്രസ്, ചിലപ്പോൾ ബെഞ്ച് പ്രസ്സും. ഇതിനോട് 1-2 ദിവസം ഫ്രീ ഡേയ്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉപയോഗിക്കും. ചിലപ്പോൾ അതിന് സൗകര്യമില്ലാത്തപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇത് ഒരെണ്ണം കാർ ഇട്ടിരിക്കും, ദീർഘ ട്രാവലൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത് മാത്രം അത് മെയിൻ എക്സസൈസായിട്ട് മാറ്റിയെടുക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്ലിമെൻ്ററി സ്നാക്കായിട്ടും അല്ലെങ്കിൽ മെയിൻ മീലായിട്ട് ഉപയോഗിക്കുന്ന പോലെ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ പറഞ്ഞ കെറ്റിൽ ബെല്ലാകട്ടെ, റെസിസ്റ്റൻസ് ബാൻഡാകട്ടെ, ബോഡി വെയ്റ്റ് എക്സസൈസ് ആകട്ടെ, ക്ലബ്ബിലാകട്ടെ വളരെ ചിലവ് കുറഞ്ഞവയാണ്, ആർക്കും ക്രമേണ നേടിയെടുക്കാവുന്നതാണ്. പിന്നെ സാധാരണക്കാരൻ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന്ന് ഇഞ്ചുറീസ് വരുമോ എന്നുള്ളത്. ഏത് എക്സസൈസും അതിൻ്റെ കറക്റ്റായ ഫോം ആദ്യം പഠിച്ചില്ലെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഇഞ്ചുറീസ്. പക്ഷേ പൊതുവെ ഇഞ്ചുറി ഫ്രീ ആണ്. അതിലാകെ കൂടിയുള്ള കെറ്റിൽ ബെൽ സ്വിങ് എന്ന് പറയുന്നത് അല്പം ടെക്നിക്കലാണ്. വളരെ ചുരുക്കം ആൾക്കാർക്ക് വേണമെങ്കിൽ ബാക്ക് പെയിൻ വരാം. പക്ഷേ ആക്ച്വലി ബാക്ക് പെയിൻ ഉള്ളവർക്ക് ക്രമേണ അത് ഇമ്പ്രൂവ് ചെയ്യും ക്രമമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൊതുവെ വളരെ സേഫായിട്ടുള്ള എക്സസൈസാണ്. ഇനി സാധാരണക്കാരന് സംശയമുണ്ട്, എനിക്ക് പ്രായമായി അല്ലെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, എനിക്ക് ചെയ്യാമോ? അപ്പോൾ ആർക്കൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപാലവൃത്തം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എനിക്കൊന്ന് കുഞ്ഞുങ്ങളെ അത് കൗമാരപ്രായത്തിൽ തന്നെ ഇതിൻ്റെ മോഡൽസ് പഠിപ്പിക്കുന്നത് വളരെ എളുപ്പമാണ്, സുരക്ഷിതമാണ്. 2, ഈ ചെറുപ്പക്കാർക്ക് ബിസി ആയിട്ടുള്ള ഉദാഹരണം ഗൾഫിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമിൽ ഒതുങ്ങി വർക്ക് ചെയ്തവർക്ക് സമയമില്ലാത്തവർക്ക് അത് പ്രയോജനപ്രദമാണ്. ഈവൻ മധ്യപ്രായവും അതിൻ്റെ ഉയർന്നുള്ളവർക്കും അവർക്കും ശ്രദ്ധിച്ച് തുടങ്ങിയിട്ട് ക്രമേണ കൂട്ടിയെടുത്ത് അവർക്കും ചെയ്യാവുന്നതാണ്. ഈവൻ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആൾക്കാർക്കും ഞാൻ ബ്ലോക്കൊക്കെ മാറ്റി സുരക്ഷിതമായ ശേഷം തീർച്ചയായിട്ടും നല്ലൊരു റീഹാബ് ആൻഡ് റീജുവിനേഷൻ എക്സസൈസാണ്. പ്രായമായവർക്കും ഇത് ആഡ് ചെയ്യാം. ഞാനാണ് അതൊരു ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയത് 55-60 വയസ്സിലാണ് പഠിച്ചു തുടങ്ങിയത്. ഞാനിപ്പോൾ 70 വയസ്സായി. എനിക്ക് ഇപ്പോഴും ഇനിയും ഇത് തുറന്നു കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അഡോപ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ്.